പരിശുദ്ധ സഭയെ വിളിക്കുന്നത് സാക്ഷികളുടെ സമൂഹം എന്നാണ്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആയതുകൊണ്ട് ഈ സാക്ഷികൾ അവരുടെ ജീവിതം കൊണ്ട് ദൈവത്തെ സാക്ഷീകരിക്കുകയും, ചിലർ ജീവൻ കൊണ്ട് സാക്ഷീകരിക്കും, ചിലർ ജീവിതം കൊണ്ട് സാക്ഷീകരിക്കും, മറ്റു ചിലർ പഠനം കൊണ്ടും മറ്റ് കാര്യങ്ങൾ കൊണ്ടും മശിഹായെ സാക്ഷീകരിച്ച് ജീവൻ സമർപ്പിക്കുന്ന വലിയ സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എബ്രായ ലേഖനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിൽ ബലഹീനരായ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് കരുതിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കാണാത്ത ഒരു വലിയ ദൂത സംഘം അദൃശ്യമായി ഈ ശുശ്രൂഷയിലും നമ്മളോടൊപ്പം പങ്കുചേരുന്നുണ്ട്. പക്ഷെ നമുക്ക് കാണാനൊക്കുന്നില്ല. നമ്മുടെ എല്ലാം മൊബൈൽ സന്ദേശങ്ങളെത്തുന്നുണ്ട്, ചിത്രങ്ങളെത്തുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് ഈ അന്തരീക്ഷത്തിലൂടെ വരുന്നതെന്ന് അറിയാൻ പാടില്ല. പക്ഷേ ഫോണിൽ തുറക്കുമ്പോൾ അത് ചിത്രമായും പാട്ടായും ആക്ഷനായും സംഭാഷണമായും നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശബ്ദത്തിന് ഒരു വ്യത്യാസവും കൂടാതെ വളരെ ദൂരം യാത്ര ചെയ്ത് നമ്മുടെ ഫോണിലെത്തുന്നു. പക്ഷേ ഇതൊന്നും നമ്മുടെ ദൃഷ്ടിക്ക് വെളിവായിരിക്കുന്ന ഒന്നല്ല. നമ്മൾ കാണുന്നതാണ് യാഥാർത്ഥ്യമെന്ന് കരുതി അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓട്ടത്തിൽ കാണാത്ത യാഥാർത്ഥ്യങ്ങൾ പലതും ഉണ്ട്. ഗീവർഗീസ് സഹദ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പട്ടാളക്കാരനായിരുന്നു. ആ നിലയിൽ സ്വതസിദ്ധമായ ആ പരിശീലനവും ധൈര്യവും കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ എന്തിനേയും നേരിടുവാനുള്ള വിപതി ധൈര്യവുമൊക്കെ അദ്ദേഹത്തെ ആ സൈന്യത്തിൻ്റെ ഉന്നത നിലയിൽ എത്തിച്ചു. രാജാവ് വളരെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ തൻ്റെ വിശ്വാസത്തിന് വേണ്ടി അത് ഉപേക്ഷിക്കുവാൻ അദ്ദേഹത്തിന് ഒരുപാട് പ്രേരണകൾ നൽകി. 7.5 വർഷം ആ ട്രയൽ ദീർഘിപ്പിച്ചു. എങ്ങനെങ്കിലും ഭയപ്പെടുത്തിയോ പീഡിപ്പിച്ചോ ആ വലിയ ദൗത്യത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ച് രാഷ്ട്രത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ രാജാവ് ആഗ്രഹിച്ചു. 72 പന്തീരാറ് ന്യായാധിപന്മാർ കാരുണ്യം ഒട്ടും തീണ്ടിയിട്ടില്ലാത്ത വിധത്തിൽ അദ്ദേഹത്തെ പരിശോധിച്ചു. അങ്ങനെ സുദീർഘമായ പരിശോധനകളുടെ മധ്യത്തിൽ സുധൈര്യം, ഭയം കൂടാതെ യേശുക്രിസ്തുവിനെ സാക്ഷീകരിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു സംശയം, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ എന്തിനാണ് ഇങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത്? സ്തേഫാനോസ് കല്ലെറിഞ്ഞപ്പോൾ കർത്താവ് എഴുന്നേറ്റ് നിന്ന് അവൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഗീവർഗീസ് സഹദ ചക്രത്തിന്മേൽ കറങ്ങി ഇഞ്ചിഞ്ചായി ഒരു പഴന്തുണി വലിച്ചു കീറുന്നത് പോലെ തൻ്റെ ശരീരത്തെ പിച്ച് ചീന്തുന്ന അവസരത്തിൽ എന്തുകൊണ്ട് ദൈവം ഇടപെട്ടില്ല? കർത്താവിൻ്റെ ജനന സമയത്ത് അനേകം കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ടു, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ടു. എന്തുകൊണ്ട് ദൈവം അത് തടഞ്ഞില്ല? എന്നാൽ ചില സന്ദർഭത്തിൽ അമാനുഷികമായ വിധത്തിൽ ദൈവം തമ്പുരാൻ ഇടപെടുന്നുണ്ട്. പത്രോസിനെയും പൗലോസിനെയും ഒക്കെ തടവിലാക്കുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പൂട്ട് തനിയെ തുറന്ന് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതായി കാണുന്നു.
പല വ്യക്തികളെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്തുന്ന സന്ദർഭത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ, പഴയ നിയമത്തിലാണെങ്കിൽ കൊടിയ ക്ഷാമസമയത്ത് ഏലിയാവിന് അപ്പം തട്ടിക്കൊണ്ടുപോകുന്ന കാക്കയെ കൊണ്ട് അപ്പം കൊണ്ട് കൊടുക്കുകയും വെള്ളമൊഴിച്ച് തീ കത്തിക്കുകയും ഒക്കെ ചെയ്ത തീവ്രമായ ആധ്യാത്മിക ശൈലിയുള്ള ഏലിയാവിനെ സംരക്ഷിച്ചവനായ ദൈവം എന്തുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ചില വ്യക്തികളുടെ മരണത്തിൽ നിശബ്ദനായി നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു വലിയ സംശയമാണ്. പക്ഷേ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ധ്യാനിച്ചിട്ടില്ല. ഇന്ന് വായിച്ച ഏവൻഗേലിയോനിൽ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? നമ്മൾ നമ്മുടെ ആത്മാവിനെ ഒരിക്കലും കണ്ടിട്ടില്ല. ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഓരോ ഞായറാഴ്ചയും ദേവാലയത്തിൽ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ആത്മാവിനെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ആ ആത്മാവുണ്ട് എന്ന് ഉറപ്പായി കാണിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഗീവർഗീസ് സഹദായും പരിശുദ്ധന്മാരും പരിമല തിരുമേനിയും ഒക്കെ. ആ വലിയ സാക്ഷ്യം നമ്മളോട് പറയുന്നവരാണ്. നവംബർ മാസത്തിൽ കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾ നടന്ന് പരുമലയിലേക്ക് വരും. നിങ്ങളൊക്കെ വരുന്നുണ്ട്. കാല് ക്ഷീണിച്ചാലും ഇരുന്ന് ക്ഷീണം മാറ്റി അവിടേക്ക് വരുന്നു. പല പ്രാവശ്യം പരുമല പോയിട്ടുള്ളവരാണെങ്കിലും നവംബർ 1ഉം 2ഉം അവിടെ എത്തുവാൻ നാം വ്യഗ്രതപ്പെടുന്നു. എന്താണ് ഇത്രയും ആളുകളെ ആകർഷിക്കുന്ന ആ കല്ലറയിലുള്ള സാധനം? എന്താണ് മനുഷ്യരുടെ ഹൃദയങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുന്നത്? അത് വലിയൊരു അത്ഭുതമാണ്. പക്ഷേ അവരുടെ ജീവിതമൊക്കെ വളരെ പ്രയാസകരമായിരുന്നു. വളരെ രോഗത്തിൽ 54-ാമത്തെ വയസ്സിൽ രോഗിയായി, ക്ഷീണിതനായി, വിരൂപനായി ഈ ലോകം വിട്ട് കടന്നുപോയ വ്യക്തിയാണ് പരിമല തിരുമേനി. പക്ഷേ ഇന്ന് 120 വർഷം കഴിയുമ്പോൾ ആ സ്മരണ നമുക്ക് സന്തോഷം നൽകും. അതേപോലെ അതിനേക്കാൾ തീവ്രമായി ദൈവസന്നിധിയിൽ ജീവിച്ച് ദൈവത്തിന് ഇഷ്ടനായി തീർന്ന ഒരു മഹാപരിശുദ്ധൻ്റെ ഓർമ്മയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ഗീവർഗീസ് സഹദായി പുത്തൂർ വന്നിട്ടില്ല, കേരളത്തിൽ വന്നിട്ടില്ല, ഭാരതത്തിൽ വന്നിട്ടില്ല. പക്ഷേ 3-ാം നൂറ്റാണ്ടിൽ ജനിച്ച് മരിച്ച് കടന്നുപോയ ഒരു വ്യക്തി ഈ 21-ാം നൂറ്റാണ്ടിലും തന്നെ അറിയാത്ത വലിയൊരു ജനസമൂഹം, ഇന്നലത്തെ റാസയൊക്കെ കണ്ടാൽ അറിയാം, ഒരു ദേശം മുഴുവനും ആ സ്മരണയിൽ സന്തോഷിക്കുകയാണ്. ഈ റാസയ്ക്കൊക്കെ ചില സമയത്ത് ശബ്ദത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഒക്കെ ആധിക്യം അറിയാതെ കടന്നു വരുന്നുണ്ടെങ്കിലും വളരെ ഭക്തിയോടെ അത് വീക്ഷിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഒരു ദേശം മുഴുവൻ ആ സ്മരണയിൽ സന്തോഷിക്കുകയാണ്. അപ്പോൾ ദൈവം നൽകുന്ന ഒരു സ്മരണ എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ പൂർവികരെ മുന്നോട്ടങ്ങോട്ട് ചിന്തിച്ച് വല്യപ്പൻ്റെ അപ്പൻ്റെ പേര് ഓർക്കുന്ന എത്ര പേരുണ്ട് എന്ന് വിളിച്ചു പറയുകയൊന്നും വേണ്ട, ഒന്ന് ചിന്തിച്ചാൽ അറിയാം. വല്യപ്പൻ വരെയൊക്കെ നമ്മുടെ ഓർമ്മ പോവും. 3 തലമുറയ്ക്ക് അപ്പുറത്തോട്ട് ഈ ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ സ്മരണ പോലും പോകാത്തപ്പോഴാണ് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് നമ്മളെ ആരെയും കണ്ടിട്ടില്ലാത്ത ഗീവർഗീസ് സഹദായുടെ സ്മരണ ഒരു ജനതതി മുഴുവനും ആഘോഷിക്കുകയാണ്. പള്ളികളിൽ മാത്രമല്ല, കുരിശുംതൊട്ടിയിലും പണ്ടത്തെ കാലത്ത് ഓരോ ഭവനങ്ങളിലും ഗീവർഗീസ് സഹദായുടെ ഓർമ്മയും അതിൻ്റെ കാലത്ത് നമുക്കില്ല. എന്നാൽ പഴയ കാലത്ത് ആധുനിക കാലഘട്ടത്തിന് മുമ്പ് പെന്തിക്കോസ്തിയിൽ അവർ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ആൾ മാറിയതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി. യോഹന്നാൻ ശ്ലീഹ ഒഴിച്ച് ബാക്കി എല്ലാവരും അതിദാരുണമായി വധിക്കപ്പെട്ടു. സർവശക്തമായ റോമാ സാമ്രാജ്യം വിചാരിച്ചു അതുകൊണ്ടെല്ലാം തീർന്നു, എല്ലാവരെയും കൊന്നൊടുക്കി, ആരും ഈ നാമത്തിൽ സംസാരിക്കുകയില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് 21 നൂറ്റാണ്ട് കഴിയുമ്പോഴും അനേകം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ
ആ സ്മരണയിൽ സന്തോഷിക്കുന്നു, ആ നാമത്തെ ദൈവസന്നിധിയിൽ പുകഴ്ത്തുന്നു, അവനെ നൽകിയ കർത്താവിന് മഹത്വം കരയേറ്റും. അതുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ പ്രകാശനം വലിയൊരു ആവശ്യമാണ്. ശരീരത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. രാവിലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അധികാലത്ത് എണ്ണിച്ച് നടക്കുന്നുണ്ട്, ഇനിയും ഡോക്ടർമാരെന്തെങ്കിലും പറഞ്ഞാൽ അതുമൊക്കെ നമ്മൾ ചെയ്യും. പാവയ്ക്കാടെ നീര് തന്നെ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കും. തലകുത്തി നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കും. കാരണം ഈ കാണുന്ന ശരീരത്തെ സംരക്ഷിക്കുവാൻ നമ്മളെല്ലാവരും ഉത്സുകരാണ്. ഇപ്പോഴേ AI കാലത്ത് ഈ വാച്ചൊക്കെ കെട്ടി വാച്ച് നമ്മുടെ ഹെൽത്ത് പരിശോധിക്കും. അപ്പോൾ പറയും നീ നടക്കണം, ഇരിക്കണം, ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. ആളുകളെ അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുകയാണ്. നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന പരസ്യം ആശുപത്രികളുടേതാണ്. ഇതുവഴി പോയാൽ ബ്ലോക്കില്ല, ഹൃദയത്തിന് ആനന്ദം നൽകുന്നു. അങ്ങനെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ജുവലറികളുടെയും ആശുപത്രികളുടെയും പരസ്യമാണ്. എന്നാൽ ആത്മാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നാം എന്തു ചെയ്യുന്നു എന്ന് ഇതുപോലെയുള്ള പെരുന്നാളുകളിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? വിനയത്തോടെ വിശുദ്ധിയോടെ ദൈവവചനം ഗ്രഹിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നടത്തുവാൻ സമർപ്പിതരാകുമ്പോൾ അവരുടെ ആത്മാവ് നൂറ്റാണ്ടുകളെ അതിജീവിച്ച് മനുഷ്യർക്ക് പ്രകാശവും സമാധാനവും നൽകുന്നു. പരിമല തിരുമേനി 54-ാമത്തെ വയസ്സിൽ കാലം ചെയ്യുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു പുലിക്കോട്ടിൽ തിരുമേനിയൊക്കെ സഭയുടെ ഭാവി ഈ കൊച്ചു തിരുമേനിയിൽ നിക്ഷിപ്തമാണ് എന്ന് ആശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പൊടുന്നനവേ അദ്ദേഹം ഈ ലോകം വിട്ട് കടന്നു പോകുന്നു. അന്ന് ആരോഗ്യത്തോടിരുന്നവരൊക്കെ കടന്നുപോയി. അവരൊക്കെ സ്മരണയിൽ ചരിത്ര പുസ്തകങ്ങളിലാണെങ്കിൽ പരിമല തിരുമേനി നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് സമീപസ്ഥനായി വർത്തിക്കും. അതേപോലെയുള്ളൊരു മഹത്വമാണ് ഗീവർഗീസ് സഹദായിക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഒരു ചിന്തയിൽ 4 തലമുറയ്ക്ക് അപ്പുറത്തോട്ടുള്ളത് നമുക്ക് ഓർക്കാൻ സാധിക്കാതിരിക്കുമ്പോഴാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരാളുടെ ഓർമ്മ ഒരു ദേശം മുഴുവനും ഏറ്റെടുത്ത് നടത്തുമ്പോൾ അത് ദൈവം നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ധ്യാനിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള മഹാഭാഗ്യമാണ്. ആ ചക്രത്തിൽ കടന്നുരുളുമ്പോൾ അദ്ദേഹം ഒരിക്കലും ചിന്തിച്ച് കാണുകയില്ല ഈ കേരളത്തിൽ ഈ പുത്തൂര് ആയിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും തൻ്റെ സ്മരണയിൽ സന്തോഷിപ്പാൻ കൂടി വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ദൈവമാതാവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദേവാലയങ്ങളും പെരുന്നാളുകളും ആഘോഷിക്കുന്നത് ഗീവർഗീസ് സഹദ. കാരണം അത്ര തീവ്രമായി ദൈവസന്നിധിയിൽ ദൃഢനിശ്ചയത്തോടുകൂടി കക്ഷതയോ നഗ്നതയോ വാളോ ആപത്തോ ഒന്നും നിന്നിൽ നിന്ന് എന്നെ അകറ്റുന്നില്ല എന്ന് ധീരതയോടെ സാക്ഷീകരിക്കുകയും പ്രവർത്തന പദത്തിലെത്തിക്കുകയും ചെയ്ത ആ ഗീവർഗീസ് സഹദായുടെ സ്മരണ നമ്മെ ആവേശഭരിതരാക്കും. രണ്ടാമതായ ഈ പുണ്യപിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഗീവർഗീസ് എന്ന് പറഞ്ഞാൽ കർഷകൻ എന്നുള്ള വാക്കാണ്. ആവാസ വ്യവസ്ഥയുടെ ഒരു സംരക്ഷകനായിട്ടാണ് ഗീവർഗീസ് സഹദായെ കരുതുന്നത്. പഴയ കാലത്ത് നമ്മുടെ പിതാക്കന്മാരൊക്കെ കൃഷിയിലും മണ്ണിലുമൊക്കെ ആശ്രയിച്ച് ജീവിച്ചവരാണ്. അന്ന് 8ഉം 10ഉം കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ആകെ ആശ്രയമായിരിക്കുന്ന ഈ മണ്ണ് മാത്രമാണ്. ചിലപ്പോൾ പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടപ്പെട്ടാലും നിരാശപ്പെടാതെ വീണ്ടും അധ്വാനിക്കും. ക്ഷുദ്രജീവികളുടെയും മറ്റുമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മധ്യസ്ഥനായി ഗീവർഗീസ് സഹദായെ കരുതുകയും ദേവാലയത്തിൽ പ്രാർത്ഥന അർപ്പിക്കുകയും ചെയ്യും. പഴയകാലത്ത് വീട്ടിൽ ഉറുമ്പോ ചാഴിയോ ഒക്കെ തീവ്രമായിട്ടുണ്ടാകുമ്പോൾ അമ്മമാർ പള്ളിയിൽ വിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കും. ഇന്നത്തെ തലമുറയോട് ചോദിച്ചാൽ പറയും DDT ഇട്ടാൽ പോരായോ? അത് നമ്മുടെ മൂക്കിലും കയറും,
ചാഴിക്ക് കുറച്ചുകൂടെ ശക്തിയുമാവും. എന്നാൽ അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അമ്മയുടെ അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ട്. തലമുറയായി ആ ഭക്തിയോട് അതിന് ഫലവും ഉണ്ടായിട്ടുണ്ട്. നേർച്ചയൊക്കെ കൊടുക്കുന്നത്, പ്രത്യേകിച്ച് അത് തയ്യാറാക്കുന്നത് പഴയ തലമുറയ്ക്കറിയാം. അതുകാലത്ത് എണ്ണീച്ച് ഉപ്പ് പോലും നോക്കാതെ അപ്പമുണ്ടാക്കി ദേവാലയത്തിൽ കൊണ്ടുവരും. ഉപ്പ് നോക്കി ഉണ്ടാക്കുന്ന അപ്പത്തേക്കാൾ നല്ല അപ്പമായിരിക്കും. ആർക്കും അതിനു മുമ്പ് അത് അനുഭവിക്കുവാൻ കൊടുക്കുകയില്ല. അതൊരു അനുഷ്ഠാനമാണ്. ഇന്ന് കേറ്ററിംഗുകാരനോട് പറയും, അവിടെ കൊടുത്തേക്കാൻ പറയും, പണം കൊടുക്കും. മറ്റേത് അവരുടെ ഒരു അധ്വാനമാണ് ഗീവർഗീസ് സഹോദായുടെ പെരുന്നാളിന് വേണ്ടി ആ സമർപ്പണം. അതുകൊണ്ട് ആവാസ വ്യവസ്ഥ ഇന്ന് വളരെയേറെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്കാണ്, എന്തൊരു ചൂടാണ്. നമ്മൾ പരസ്പരവും ഓരോ സമയത്തും നമ്മൾ പറയും, മൊബൈൽ ചൂടാകുന്നു, ഫ്രിഡ്ജ് ചൂടാകുന്നു, ഫാൻ ചൂടാകുന്നു, അപ്പനും അമ്മയും ചൂടാകുന്നു, പിള്ളേർ ചൂടാകുന്നു, ആർക്കും ക്ഷമയില്ല. അന്തരീക്ഷം അതിനേക്കാൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ പെയ്താലും ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആവാസ വ്യവസ്ഥയുടെ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുമായി ബന്ധമില്ലാത്തൊരു വികസനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മരമെല്ലാം വെട്ടി ടൈൽസ് ഇട്ട് എയർ കണ്ടീഷനും വെച്ചാൽ സുഖമായി ജീവിക്കാമെന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ ഈ എയർ കണ്ടീഷനിൽ നിന്ന് പുറത്തു വരുന്ന ഗ്യാസ് അന്തരീക്ഷത്തെ കൂടുതൽ കൂടുതൽ ചൂട് പിടിപ്പിക്കുന്നതാണ്, മലീമസമാക്കുന്നതാണ്, പ്രാണവായു നഷ്ടപ്പെടുത്തുന്നതാണ്. ഇത്രയും ഫാൻ കടന്നാലും നമുക്ക് ഉഷ്ണമാണ്. പഴയ കാലത്ത് മൈക്കുമില്ലായിരുന്നു, ഫാനുമില്ലായിരുന്നു. പക്ഷേ ശാന്തമായിരുന്നു. സുഖശീതളമായ അന്തരീക്ഷത്തിലെ വൃക്ഷങ്ങളിലൂടെ പ്രാണവായു ആവശ്യത്തിലധികം ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആധിക്യം കൊണ്ട് നമ്മളെല്ലാവരും ചൂട് പിടിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പെരുമാറ്റത്തിലുണ്ട്, ജീവിതശൈലിയിലുണ്ട്. അപ്പോൾ ഗീവർഗീസ് സഹോദായുടെ പെരുന്നാൾ പ്രകൃതിയിലേക്കൊന്ന് തിരിച്ചു നോക്കുവാനുള്ള ഒരവസരമാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ പള്ളിയിലും ഏറ്റവും ക്ഷീണിതര കുഞ്ഞുങ്ങളാണ്. അവരങ്ങ് ഇരിക്കുകയാണ്. പഴയ കാലത്ത് തുള്ളിച്ചാടുന്ന ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ പുതിയ തലമുറ ക്ഷീണിതരാണ്. അവർക്കാകെ കിട്ടുന്നത് ആ മൊബൈലിൽ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക. പള്ളിയിൽ നിന്നും സ്കൂളിൽ നിന്നുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും കൂടുതൽ സുഹൃത്ത് എന്ന് പറയുന്നത് ആ വാതായനത്തിലൂടെ ലോകം മുഴുവനും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ആദി പിടിക്കുകയാണ്, അശുദ്ധിയിലേക്ക് നയിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് വ്യാപൃതരാകുകയാണ്. അവരെയാണ് പ്രകൃതിയിലേക്ക് തിരിയണം എന്ന് ഗീവർഗീസ് സഹോദാ പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ബർത്ത്ഡേക്ക് ഒരു പട്ടിയോ ഒരു പൂച്ചയോ ഒരാടിനെയോ ഒരു പശുവിനെയോ ഒക്കെ ഒന്ന് കൊടുത്ത് നോക്കും. സ്കൂളിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ സ്നേഹം കാണുമ്പോൾ മനുഷ്യത്വം കുറച്ചുകൂടെ സജീവമായി തീരും. ഒരു മൈനയോ തത്തയോ ഒക്കെ വളർത്തുമ്പോൾ സ്കൂളിൽ നിന്ന് വന്നാൽ അതിന് തീറ്റ കൊടുക്കുമ്പോഴുള്ള സന്തോഷം, ഇങ്ങനെ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടാത്തത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് വളരെ കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞാലും ഒരു അവധി എടുക്കാൻ അവർക്ക് മനസ്സില്ല. അവൻ്റെ മത്സരത്തിൽ നല്ല മാർക്ക് വാങ്ങിക്കുന്നതിനുള്ള വ്യഗ്രതയിൽ, ജീവിതത്തിലെ ഉയർച്ചയിൽ മാതാപിതാക്കൾക്ക് സ്ഥാനമില്ല. അവർ പൈസയൊക്കെ കൊടുത്താണ് പഠിപ്പിക്കുന്നതെങ്കിലും അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ സാധിക്കുന്നില്ല. മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു വികസനമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് ഗീവർഗീസ് സഹോദാ നമ്മളോടെല്ലാവരോടും, എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളോടും പ്രത്യേകമായിട്ട് പറയുന്നത്, നിങ്ങൾ ഈ പ്രകൃതിയിലേക്ക് ശ്രദ്ധിക്കണം, മണ്ണിലേക്ക് ഇറങ്ങണം. ജനിച്ചു കഴിയുമ്പോഴേ ഷൂ ഒക്കെ ഇട്ട് സോക്സും ഒക്കെ ഇട്ട് മണ്ണുമായി ബന്ധമില്ലാതെ ജീവിച്ചാൽ, ഇപ്പോൾ അടക്കത്തിന് പോലും മണ്ണൊരു ശകലം കിട്ടും, ബാക്കിയുള്ളത് കോൺക്രീറ്റ് വനങ്ങളിൽ സുഷുപ്തിയിലാകുകയാണ്. മണ്ണുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവൻ അപകടത്തിലാകും. ഗീവർഗീസ് സഹോദാ ആവാസ വ്യവസ്ഥയുടെ ഒരു സംരക്ഷകനാണ്. പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഇത് പരസ്പരം ബന്ധിതരാണ്, ഇൻ്റർഡിപ്പെൻഡൻ്റാണ്. പ്രകൃതിയില്ലാതെ മനുഷ്യനില്ല, മനുഷ്യനില്ലാതെ പ്രകൃതിയുമില്ല. അതുകൊണ്ട് ഈ പ്രകൃതിയുമായി ബന്ധപ്പെടുവാൻ, ഒരു ബർത്ത്ഡേക്ക്
കുഞ്ഞുങ്ങളെ കൊണ്ടൊരു ചെറിയ മരം നടണം, ഒരു റോസ നടുകയോ അല്ലെങ്കിൽ ഒരു പേര നടുകയോ ഒരു പ്ലാവ് നടുകയോ അവനോട് പറയണം നിൻ്റെ 1ാമത്തെ ബർത്ത്ഡേക്ക് ഇത് നട്ടതാണ്, അതിൽ ചക്കയുണ്ടാകുമ്പോൾ പേരയ്ക്കായ ഉണ്ടാകുമ്പോൾ അതിലവർ സന്തോഷിക്കും. വെറുതെ ഈ മധുരം കുഴച്ച് വെച്ച കേക്ക് മുറിച്ച് വായിൽ പുരട്ടുന്നതല്ല. ജന്മദിന ആഘോഷമെന്ന് പറയുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെടണം. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെട്ട് മാത്രമേ നമ്മുടെ ജീവിതം സുഖകരമാവുകയുള്ളൂ, സന്തോഷകരമാവുകയുള്ളൂ. ഒരു പട്ടി അതിൻ്റെ യജമാനനെ സ്നേഹിക്കുന്നത് അതിൻ്റെ മുഖത്ത് നോക്കിയല്ല, ആധാർ കാർഡ് നോക്കിയല്ല, ആ യജമാനൻ്റെ ചലനം ആ മൃഗം തിരിച്ചറിയും. അത്രമാത്രം ആഴത്തിലുള്ളൊരു സ്നേഹമാണ് അത്. മനുഷ്യരിൽ പോലും കാണാത്ത സ്നേഹമാണ്. ആ സ്നേഹം കാണുമ്പോൾ നമ്മളിലും സ്നേഹത്തിൻ്റെ ചില നാമ്പുകൾ ഉത്ഭവിക്കും. മാതാപിതാക്കളോട് ക്രൂരത കാണിക്കുന്ന മക്കളുണ്ട്, ഈ പ്രകൃതിയോട് ക്രൂരത കാണിക്കുന്ന ജനസമൂഹമുണ്ട്. മരമെല്ലാം നിഷ്കരണം വെട്ടിക്കളയുകയാണ്. അതുകൊണ്ട് ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിൽ നമ്മൾ കൊണ്ടാടുമ്പോൾ അപ്പോൾ ഇറച്ചിക്കറി മേടിച്ച് പിന്നെ സ്തോത്രം പാടി പോവുകയല്ല. ഈ ഒരു പ്രതിജ്ഞ നമുക്കെടുക്കാം, പ്രകൃതിയിലേക്ക് തിരിയാം. അല്ലെങ്കിൽ പ്രകൃതി നമ്മെ തൂത്തെറിയുന്ന കാലം അനധിവിദൂര ഭാവിയിലുണ്ടാകും എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാരൊക്കെ കിണറ്റിൽ നിന്നുള്ള വെള്ളം സുലഭമായി കുടിച്ചിരുന്നുവെങ്കിൽ 10-15 വർഷത്തിന് മുമ്പ് ആരോ പറഞ്ഞു കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകുന്നൊരു കാലമുണ്ട്. എല്ലാവരും അത് പരിഹസിച്ചു. പക്ഷേ ഇന്ന് യാഥാർത്ഥ്യമാണ്, കുപ്പിവെള്ളത്തിൽ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇനി ഒരു 15 വർഷം കഴിയുമ്പോൾ മറ്റൊരു കുപ്പിയൂടെ വേണം, ഓക്സിജൻ്റെ ഒരു കുപ്പിയൂടെ. അതില്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഗൾഫിലും പാശ്ചാത്യ നാടുകളിലൊക്കെ ഓക്സിജൻ പാർലറുകളുണ്ട്, അവിടെ നിന്ന് സുഖമായി ശ്വസിക്കുക. ഇവിടുത്തെ ഓക്സിജനേക്കാൾ എത്ര സ്വിറ്റ്സർലൻഡിൽ ദാവോസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. 3000 അടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലുള്ളതാണ്, മഞ്ഞ് വീണ് കിടക്കുന്നതാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഓക്സിജൻ്റെ സംലഭ്യത ശ്രേഷ്ഠമായി നമുക്ക് ഫീൽ ചെയ്യും. ഇത്ര കട്ടി കുറഞ്ഞ വായു നമുക്ക് അനുഭവവേദ്യമാവും. ഇവിടുത്തെ വായുവിനൊക്കെ ഉള്ള എത്ര കട്ടിയാണ്, ഓക്സിജൻ ശേഷം ഇല്ലാത്ത ഒരു അന്തരീക്ഷം. അങ്ങനെ പ്രകൃതി സുലഭമായി നമുക്ക് തരുന്നത് പലതും നമ്മുടെ അത്യാഗ്രഹം കൊണ്ട് നഷ്ടമാക്കി ഈ വനത്തിൽ നമ്മൾ കഴിയുകയാണ്, കോൺക്രീറ്റ് വനത്തിൽ കഴിയുകയാണ്. അതുകൊണ്ട് പ്രകൃതിയിലേക്ക് തിരിയുവാൻ, മൃഗജാലങ്ങളെ സ്നേഹിക്കുവാൻ, വൃക്ഷലതാദികളെ പരിപോഷിപ്പിക്കുവാൻ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ നമ്മെ ആഹ്വാനം ചെയ്യും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? അവൻ്റെ ആത്മാവിന് പകരമായി അവൻ എന്താണ് കൊടുക്കുന്നത്? ഓരോരുത്തരും ശാന്തമായി ചിന്തിക്കുക, എൻ്റെ ആത്മാവ് എത്ര ആരോഗ്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത്? എൻ്റെ ആത്മാവെ നീ ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? അതിനാവശ്യമായ പ്രാർത്ഥനയും അതിനാവശ്യമായ ഭക്ഷണവും അതിനാവശ്യമായ സ്വഭാവവിശേഷങ്ങളും നഷ്ടപ്പെടുത്തി ഈ ബാഹ്യമായ മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ ചെലവഴിക്കുമ്പോൾ 10, 50, 60, 90 വർഷം കഴിയുമ്പോൾ അത് നഷ്ടമായി പോകും, ഓർമ്മയിൽ നിന്ന് മായ്ക്കപ്പെടും. എന്നാൽ ആത്മാവ് പ്രകാശമുള്ളതായി തീരുമ്പോൾ ഗീവർഗീസ് സഹദായെപ്പോലെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും കണ്ടിട്ടില്ലാത്തൊരു ജനതതി അവരുടെ ഹൃദയങ്ങളിൽ അത് ഏറ്റുവാങ്ങിയ ഓർമ്മ ശാശ്വതമാവുകയാണ്. നീതിമാൻ്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പറയുന്നത് പോലെ ഒരു നീതിമാനെ നീതിമാൻ്റെ നിലയിൽ കൈക്കൊള്ളുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഓർമ്മിക്കപ്പെടുന്നത് പോലെ ഈ പെരുന്നാൾ നമുക്ക് അനുഗ്രഹകരമായി തീരട്ടെ. നമ്മുടെ ദേശത്തെ കൂടുതൽ കുളിർമയുള്ളതാക്കി തീർക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുന്ന ഈ യന്ത്രമനുഷ്യനിൽ നിന്ന് സാധാരണ മനുഷ്യരായി അവരെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ പെരുന്നാൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.